ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായിട്ട് ഞാൻ കണ്ടതും എനിക്ക് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിയർ ഉണ്ട്. SMSF എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വയം മാനേജ് ചെയ്യണം. വെൽത്ത് ക്രിയേഷൻ SMSFിലാണ് ഇപ്പോൾ സേഫർ. സെൽഫ് മാനേജ് സൂപ്പർ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ നേരത്തെ റിട്ടയർ കഴിഞ്ഞിട്ട് ഈ ഫണ്ട് ഇപ്പോഴല്ലേ കാശ് വേണ്ടേ? അതെ. പക്ഷെ അതൊരു റോങ് ഐഡിയ ആണെന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. പ്ലാൻ ചെയ്ത് SMSFിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അവരുടെ ഔട്ട്സൈഡ് പേഴ്സണൽ ഡെപ്റ്റോ അല്ലെങ്കിൽ ബാങ്ക്രപ്സിയോ ഈ SMSFിൽ വെൽത്തിനെ അഫക്ട് ചെയ്യത്തില്ല. പിന്നെ ബിസിനസ്സുകാർക്ക് SMSF എന്ത് മാത്രം നല്ലതാണ്. പല SMSF കൂടി പൂൾ ചെയ്ത് പ്രോപ്പർട്ടി മേടിക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാം. അപ്പം നമ്മുടെ ഒരു ഡ്രീം പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റും. നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് വളരെ നല്ലൊരു ലൈഫിന് വേണ്ടിയാണ്. ഇവിടെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് ഓസ്ട്രേലിയയിൽ അത്രയ്ക്ക് എളുപ്പമല്ല കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. നമ്മൾ നന്നായിട്ട് അധ്വാനിച്ച് മാത്രമേ ജീവിക്കാൻ പറ്റുകയുള്ളൂ. അത് നമ്മൾ റിട്ടയർമെൻറ്റ് ലൈഫിനെക്കുറിച്ച് ആലോചിക്കുകയോ അതോ ഒരു നല്ലൊരു ഹോളിഡേയ്സിന് പോവുക അതോ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ലക്ഷറി ആയിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ചാൽ അത്ര എളുപ്പമല്ല. നമ്മുടെ റിട്ടയർമെൻറ്റ് ഏജ് 67 അപ്പോൾ ഏർലി റിട്ടയർമെൻറ്റ് നമ്മൾ ചെയ്താലേ നമുക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. അതിനായിട്ട് പറ്റിയൊരു സംഭവമാണ് SMSF, സെൽഫ് മാനേജ് സൂപ്പർ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ നേരത്തെ റിട്ടയർ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് SMSF ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ടുള്ള രജിസ്റ്റേർഡ് ടാക്സ് ഏജൻറ്റുമാണ്. അതുപോലെ തന്നെ SMSFിൻ്റെ ഓഡിറ്ററുമാണ്, നോബിളിയായിട്ടാണ് ഉള്ളത്. അദ്ദേഹം നമ്മളോട് ഇന്ന് എങ്ങനെയാണ് SMSF വളരെ ഉപകാരപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. നോബിളിയേട്ടാ നമസ്കാരം. നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? നന്നായിട്ട് സുഖമാണോ? സുഖം, പിന്നെ അടിപൊളിയല്ലേ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അതിനാണല്ലോ എല്ലാവരും ഇങ്ങോട്ട് വന്നത്. അതെ അതെ അതെ. ഓസ്ട്രേലിയക്ക് വന്നത് തന്നെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ പോരുമ്പോൾ നമ്മുടെ വിചാരം ഇവിടെ തേനും പാലും ഒഴുകുവാന്നാ. അങ്ങനെ അത് തന്നെ, തേനും പാലും ഒഴുകയല്ല, നമ്മൾ ഒഴുക്കണം അല്ലേ? അതെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഗവൺമെൻറ് റിട്ടയർമെൻറ്റ് ഏജ് 67 ആക്കിയല്ലോ അല്ലേ? അതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളൊരു ചെറിയൊരു അടിയാണ്. ഇത് കൂടുതൽ സമയം പണി ചെയ്യണം, പെൻഷൻ കിട്ടില്ല. ഇപ്പോൾ നമുക്ക് എങ്ങനെ ഏർലി റിട്ടയർ ചെയ്യാം, SMSF എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം? നമുക്ക് വലിയധികം നോളജ് ഇല്ല SMSF സെൽഫ് മാനേജ്ഡ് സൂപ്പർ ഫണ്ടിനെ കുറിച്ച്. എന്താണ് സെൽഫ് മാനേജ്ഡ് സൂപ്പർ ഫണ്ട്? സെൽഫ് മാനേജ്ഡ് സൂപ്പർ ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ റിട്ടയർമെൻറ്റിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു വെൽത്ത്. നമുക്ക് ലേമാൻ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ നമ്മുടെ കുറേ സമ്പാദ്യങ്ങൾ ഒരു ബാങ്കിൽ ഇടുവാണെങ്കിൽ ബാങ്കിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാമല്ലോ. അതിന് പകരം നമ്മളൊരു സെൽഫ് മാനേജ്ഡ് സൂപ്പർ ഫണ്ട് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിലേക്ക് നമ്മളത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അത് അവിടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ടി വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നാണ്. യെസ്. എല്ലായ്പ്പോഴും ചെയ്യാറുണ്ടോ അത്? അത് ട്രൈ ചെയ്യാന്നുള്ളതാണല്ലോ. അത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പോയാൽ തീർച്ചയായിട്ടും അത് സാധിക്കും. അത് പലപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷനോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യുന്ന പ്രൊഫഷണൽസുമായിട്ട് കണക്ട് ചെയ്ത് പോകാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ. അതൊരു പരിധിവരെ ശരിയാണ്. നമ്മുടെ മലയാളികളുടെ ഒരു ചെറിയ പേടി എന്ന് പറഞ്ഞാൽ ഇപ്പം അവർക്ക് സൂപ്പർ ഫണ്ടിൽ ഒരു 100K ഉണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ അത് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേച്ചറാണ്. അത് നമ്മൾ ചിലപ്പോൾ ഒരു ചെറിയ റിസ്കേ ഉള്ളായിരിക്കും. ആ ഒരു ചെറിയ റിസ്ക് എടുത്ത് അത് ചെയ്താലേ, ഓഫ് കോഴ്സ് നമ്മൾ എന്ത് എടുത്താലും അതിനകത്ത് പ്ലസും മൈനസും ഉണ്ട്. ഒരു ചെറിയ റിസ്ക് എടുക്കുമ്പോൾ പോലും റെഡി അല്ലെങ്കിൽ അതിനകത്ത് പ്രോഫിറ്റിനും അർഹതയില്ലല്ലോ. ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായിട്ട് ഞാൻ കണ്ടതും എനിക്ക് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിയർ ഉണ്ട്. SMSF എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വയം മാനേജ് ചെയ്യണം. ഒന്ന്, അതിനകത്ത് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നാളായിട്ട് ഉണ്ടാക്കിയ പൈസ മുഴുവൻ പോകും. 3, ATO ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പം ATOയുടെ റൂൾസ് നമുക്കറിയത്തില്ല. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇതിനോട് നമ്മൾ കൂടുതലധികം എന്താ പറയുന്നത് ഉപയോഗിക്കാത്ത ഈ സെൽഫ് മാനേജ് സൂപ്പർ ഫണ്ട്. അത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും? എപ്പോഴും സൂപ്പർ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ATOയുടെ പേടി എന്ന് പറയുന്നത് അതിനകത്ത് കുറേ കംപ്ലയൻസ് റിക്വയർമെന്റ് ഉണ്ട്. കംപ്ലയൻസ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കിടക്കുന്ന ഫണ്ട് നമ്മുടെ റിട്ടയർമെന്റ് അല്ലാതെ നമ്മളെടുത്ത് മലയാളത്തിൽ പറഞ്ഞാൽ പുട്ടടിക്കാൻ ഉപയോഗിക്കരുത്. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു റെസ്ട്രിക്ഷനാണ് ഈ കംപ്ലയൻസ് എല്ലാം. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഒരു ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ തോന്നും, അല്ലെങ്കിൽ ഒരു 2 ദിവസത്തേനൊന്ന് മറിക്കാൻ തോന്നും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ റിക്വയർമെന്റ് ഒക്കെ ഇട്ടിരിക്കുന്നത്. ആ റിക്വയർമെന്റിന് വേണ്ടി നമ്മൾ വേണ്ട പ്രൊഫഷണൽസിനെ ഏൽപ്പിക്കുക, അത്രയേ ഉള്ളൂ. അതും ഇതിന്റെ ഒരു റണ്ണിങ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക, അത്രയേ ഉള്ളൂ. മറ്റൊരു പേടികളിൽ ഒരു കാരണം ഈ റണ്ണിങ് കോസ്റ്റ് തന്നെ പറഞ്ഞത്. അതിൻ്റെ ഒരു സെറ്റപ്പ് കോസ്റ്റ് ഉണ്ട്,
റണ്ണിങ് കോസ്റ്റ് ഉണ്ട്. അത് ഏകദേശം എത്ര വരും എന്ന് പറയാം? റണ്ണിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ഇപ്പം പലരുടെയും സൂപ്പർ അപ്ര റെഗുലേറ്റഡ് ആയിട്ടുള്ള സൂപ്പറിലായിരിക്കും. ഫോർ എക്സാമ്പിൾ ആസ്ട്രേലിയൻ സൂപ്പർ, ഹെസ്ത, ഇവിടെ കോമൺ ആയിട്ടുള്ളതാണ്. ഇതിലേതെങ്കിലും ആയിരിക്കും. ഇപ്പം നിങ്ങളുടെ പഴയ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ അതിനകത്തൊരു അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഉണ്ട്. ചിലപ്പം 600 700 800 ആകാം. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ രണ്ടുപേർ കൂടി ആയപ്പോൾ 1500 ആയില്ലേ? ഒരു എക്സാമ്പിൾ ആണ്, കറക്റ്റ് ഫിഗർ അല്ല, അതിൽ കൂടുതലോ കുറവോ ആകാം. ഒരു സെൽഫ് മാനേജ്ഡ് സൂപ്പർ ഫണ്ട് റൺ ചെയ്യാൻ ഒരു വർഷം ആവറേജ് ഒരു 2000 2200 വരാം. അത് കുറച്ച് സർക്കാർ ഫീസുകളുണ്ട്, പിന്നെ ഓഡിറ്റിങ്, ടാക്സേഷൻ, റിക്വയർമെന്റ്. അപ്പം ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പം അഡീഷണൽ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു 500 600 വരുന്നുള്ളൂ മറ്റ് സൂപ്പറുമായിട്ട് വെച്ച് നോക്കുമ്പോൾ. പിന്നെ മറ്റു കാര്യം ചോദിക്കാനുള്ളത്, ഈ സൂപ്പർ ഫണ്ടിലേക്ക് നമുക്ക് മിനിമം എത്ര പൈസ വരെ വേണ്ടി വരും? അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അതിപ്പം പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഇപ്പം ലീഗൽ റിക്വയർമെന്റ് പറയുകയാണെങ്കിൽ അവിടെ ഒരു മിനിമം റിക്വയർമെന്റ് ഇല്ല. ഈവൻ ഒരു പൈസ പോലും ഇല്ല. ഞാൻ സെൽഫ് മാനേജ്ഡ് സൂപ്പർ ഫണ്ട്, ഞാൻ ഇന്ന് ജോലി ചെയ്യുന്നു, എൻ്റെ എംപ്ലോയറോട് പറയുന്നു ഈ ഫണ്ടിലേക്കാണ് ഫണ്ട് ഇടേണ്ടത്. അത് എൻ്റെ സ്വാതന്ത്ര്യമാണ് ഇതിൻ്റെ. അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് അത് ഇൻവെസ്റ്റ് ചെയ്യാം. അത് വലിയൊരു അഡ്വാൻറ്റേജ്. അവന് ഒരു മിനിമം റിക്വയർമെന്റ് ഇല്ല സ്റ്റാർട്ട് ചെയ്യാൻ. നല്ല സേഫ് ആയിട്ടുള്ളത് എത്രയാണ് ഏകദേശം? സേഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം എക്സ്പെൻസ് മീറ്റ് സേഫ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം 100K ഉള്ള ഒരു സൂപ്പറാണെന്ന് കരുതുക. 100K ഉള്ള സൂപ്പർ ആണെങ്കിൽ അതായത് ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഒരു 7% റിട്ടേൺ പ്രതീക്ഷിക്കുന്നു കരുതുക. അപ്പം 7% റിട്ടേൺ അവന് കിട്ടണമെങ്കിൽ 9% ഉണ്ടെങ്കിൽ എഫക്റ്റ് ആവുള്ളൂ. കാരണം 2000 അതിനകത്ത് എക്സ്പെൻസ് വരുമല്ലോ, റണ്ണിങ് കോസ്റ്റ് ആവറേജ്. അതേസമയം 200K ഉണ്ടെങ്കിൽ ആ എക്സ്പെൻസ് ഡിവൈഡ് ചെയ്തു. അപ്പൊ ആ ഒരു അതുകൊണ്ട് സേഫ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഒന്നില്ല. ഇപ്പം 100 താഴെ ഉള്ളവരും ഷെയറിൽ ഒത്തിരി പൈസ ഉണ്ടാക്കിയവരുണ്ട്. അത് അതിനകത്ത് ഒരു ടാലന്റ് ഉള്ളവർക്കേ അത് പറ്റത്തുള്ളൂ. ഇപ്പൊ ഒരു പ്രോപ്പർട്ടി മേടിക്കാനാണെങ്കിൽ ചിലപ്പം ഒരു 200 മുകളിലോ ഉണ്ടെങ്കിൽ ഇച്ചിലൂടെ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ പ്രോപ്പർട്ടിക്ക് ലോൺ കുറയും, അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റ് കുറയും. സേഫ് എമൗണ്ട് എന്നും പറഞ്ഞ് നമുക്കൊന്നും ഇല്ല. ഇപ്പം 200Kയോ 300Kയോ 400Kയോ ആണെങ്കിൽ അതിന്റെ ആ ഒരു നമ്മുടെ ആ ഒരു റണ്ണിങ് കോസ്റ്റ് കുറയും. കാരണം റണ്ണിങ് കോസ്റ്റിന്റെ ആവറേജ് കുറയും. പ്രോപ്പർട്ടിക്ക് ലോൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കുറയും. ശരിക്കും പറഞ്ഞാൽ അതൊരു സേഫ് ഫണ്ടാണ്. പിന്നെ നമ്മൾ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരും ഇതേക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരും നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാർക്കും ഈ ഫണ്ട് നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വെൽത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അല്ലേ? അത് നമ്മളെല്ലാവരും എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് അല്ലേ? അത് നമ്മൾ ഇപ്പം എല്ലാവരും ജോലി ചെയ്തിട്ട് ആ ഫണ്ട് ആരും ചുമ്മാ ബാങ്കിൽ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നെങ്കിൽ പ്രോപ്പർട്ടി മേടിക്കും, അല്ലെങ്കിൽ ഷെയർ മേടിക്കും, അല്ലെങ്കിൽ മാനേജ്ഡ് ഇൻവെസ്റ്റ്മെന്റ്, ക്രിപ്റ്റോ കറൻസി വരെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ എനിക്കറിയാം. അപ്പം അങ്ങനെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സെയിം പ്രിൻസിപ്പിളേ ഉള്ളൂ സെൽഫ് മാനേജ്ഡ് സൂപ്പറിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യാം. അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കുക. ടാക്സ് അഡ്വാൻറ്റേജൂടെ ഇവരുടെ ഒരു റിട്ടയർമെന്റ് വെൽത്ത് ക്രിയേഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതെ. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഉള്ള ഗുണമെന്ന് പറയുന്നത് ടാക്സ് അഡ്വാൻറ്റേജ് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും ടാക്സ് അഡ്വാൻറ്റേജ് വലിയൊരു ഗുണമാണ്. പിന്നെ നമ്മുടെ ക്യാഷ് ഫ്ലോ അതിനെ കണ്ടമാനം നമ്മളെ ബാധിക്കുന്നില്ല. ക്യാഷിൻ്റെ ഇപ്പം ടാക്സ് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അതിന് ടാക്സബിൾ അല്ല. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് സെൽഫായിട്ട് ഏത് പ്രായത്തിലാണ് റിട്ടയർ ചെയ്യാൻ സാധിക്കുന്നത്? 60 ഇയേഴ്സിൽ നമുക്ക് റിട്ടയർ ചെയ്യാൻ പറ്റും. 60 ഇയേഴ്സിൽ നമ്മൾ റിട്ടയർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ SMSFൽ ആവശ്യത്തിന് പൈസയോ അല്ലെങ്കിൽ ഒരു 2 പ്രോപ്പർട്ടിയോ ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന വിറ്റ് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിന് ടാക്സ് ഉണ്ടോ? അതോ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് പാസീവ് ഇൻകമായിട്ട് കിട്ടുന്ന റെൻറ്റിന് ടാക്സ് ഉണ്ടോ? റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ആ SMSF വരുന്ന ഇൻകത്തിന് ടാക്സ് ഇല്ല, ക്യാപിറ്റൽ ഗെയിനും ടാക്സ് ഇല്ല. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ സെൽഫ് മാനേജ് സൂപ്പർ ഫണ്ടിൽ ഒരു പ്രോപ്പർട്ടിക്ക് അതിൻ്റെ റെൻറ്റ് നമുക്ക് ഒരു 2 പ്രോപ്പർട്ടി കൂടി റെൻറ്റ് ഒരു $50,000 കിട്ടുന്നുണ്ടെന്ന് കൂട്ടിക്കോ. അതേപോലെ തന്നെ നമ്മൾ സെൽഫ് മാനേജ് സൂപ്പർ ഫണ്ടിന് പുറത്തുള്ളൊരു പ്രോപ്പർട്ടിക്ക് ഈ $50,000 ഇൻകം ഒന്ന് കൂട്ടിക്കോ. ഈ 2 പ്രോപ്പർട്ടിയിൽ ഈ രണ്ട് പ്രോപ്പർട്ടിയിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? $50,000 ഇൻകം നിങ്ങളിപ്പം ജോലി ചെയ്യുമ്പോഴാണ് കിട്ടുന്നതെങ്കിൽ ഇപ്പം നമ്മുടെ ഇവിടെ ഒരു ആവറേജ് ഫാമിലി എന്ന് പറഞ്ഞാൽ 200-250 ജോലി ചെയ്യുന്നവരുണ്ട്. 100-150 ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ഒരു ടാക്സ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പം അതിൻ്റെ ആ ടോപ്പ് ലെവലിൻ്റെ ഒരു 35-40% ആവറേജ് കൊടുക്കുന്നുണ്ട്, മെഡിക്കെയർ ലെവി ഉൾപ്പെടെ.
അപ്പം ജസ്റ്റ് 40% ആണ് നമുക്കൊരു കാൽക്കുലേഷൻ എളുപ്പമുണ്ട്. ഇപ്പൊ 50,000 40% പറഞ്ഞാൽ 20,000 സ്ട്രേറ്റ് അവേ ടാക്സ് പോവുകയാണ്. SMSF ലാണെങ്കിൽ മാക്സിമം ടാക്സ് 15% വരുന്നത്. പക്ഷെ റിട്ടയർ ചെയ്ത് ഒരു സ്റ്റേജിലാണെങ്കിൽ ടാക്സ് ഫ്രീയുമാണ്. ഇപ്പോൾ ഒരു ക്യാപിറ്റൽ ഗെയിൻ്റെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങിച്ചു, അത് 200K പ്രോപ്പർട്ടി നാളെ 400K വിറ്റാൽ അതിന്റെ ലാഭത്തിന്റെ 50% ടാക്സ് കൊടുക്കണം. അത് ഈ 40% റേറ്റിലാണ് പോണത്. SMSF-ലാണെങ്കിൽ അത് 10% നിങ്ങൾക്ക് വരുന്നുള്ളൂ. ഈ ഡിസ്കൗണ്ട് കഴിഞ്ഞ് 10% വരുന്നുള്ളൂ. അപ്പം വലിയൊരു ഡിഫറൻസ് ആണ് അവിടെ വരുന്നത്. നമ്മളിപ്പോൾ 60 വയസ്സ് റിട്ടയർ ചെയ്യാൻ നോട്ടിക്കോ, അത് കഴിഞ്ഞ് വിറ്റ് കഴിഞ്ഞാലോ? റിട്ടയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ഫ്രീ ആണ്, 0 ടാക്സ്. അതൊരു വലിയ ഗുണമാണ്. നമുക്ക് അറിയത്തില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ SMSF-ലാണ് നമ്മുടെ പ്രോപ്പർട്ടി, എന്ത് പ്രോപ്പർട്ടി ആയാലും അതിനുശേഷം ഉണ്ടാക്കുന്ന ഇൻകത്തിന് ടാക്സ് ഇല്ല, 0 ടാക്സാണ്. പക്ഷേ നമ്മൾ റിട്ടയർ ചെയ്തതിന് ശേഷവും നമ്മളുടെ മറ്റുള്ള പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്നതെങ്കിൽ അതിന് ടാക്സ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഒരു 10 പ്രോപ്പർട്ടി SMSF അല്ലാതെ ഒരാൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് എഴുതുക. ആ 10 പ്രോപ്പർട്ടിയിലും കൂടെ ഇവർക്ക് ഇൻകം ഒരു 100K ഇൻകം ഉണ്ടെന്ന് എഴുതുക. ആ 100K നിങ്ങൾ റിട്ടയർ ചെയ്തു, 60 years റിട്ടയർ ചെയ്തു. പക്ഷേ ഈ 100K നിങ്ങൾക്ക് ടാക്സബിൾ ആണ്. അത് SMSF-ലാണ് അത് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് SMSF-ൽ നിന്ന് ഡ്രോ ചെയ്യുകയും ചെയ്യാം, പെൻഷൻ അടിക്കുകയും ചെയ്യാം റിട്ടയർ ചെയ്ത് കഴിഞ്ഞ്. അത് കഴിഞ്ഞ് ഈ കിട്ടുന്ന 100K SMSF-ലാണെങ്കിൽ അതിനകത്ത് ടാക്സും ഇല്ല. അതായത് ഒരു $25,000 നമ്മൾ സേവ് ചെയ്യും. 25,000 മിനിമം അല്ലേ? അപ്പോൾ 1,00,000 പ്രോഫിറ്റിന് നമ്മൾ SMSF-ന്റെ പുറത്താണെങ്കിൽ ആഫ്റ്റർ റിട്ടയർമെന്റ് ആണെങ്കിലും നമ്മൾ $25,000 ടാക്സ് ആണ് ആവറേജ്, അപ്രോക്സിമേറ്റ്ലി എമൗണ്ട് പറയുന്നത്. പക്ഷേ അത് SMSF-ൽ നിന്നാണ് നമ്മൾ $1,00,000 ഇൻകം ഉണ്ടാക്കുന്നതെങ്കിൽ ആഫ്റ്റർ റിട്ടയർമെന്റ്, ആഫ്റ്റർ 60 years നമ്മൾ 0 ടാക്സ് ആണ്. അതുകൊണ്ട് തന്നെ ബിഗ് എമൗണ്ട് ഇല്ല. അതെ, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നമ്മുടെ സേവിങ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 30 വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എല്ലാവരും ഇവിടെ ആലോചിക്കുന്നത് 50 വയസ്സിലാണ്. ഈ 30 വയസ്സിലും ഒരു 150, 150, 200K ജോലി ചെയ്യുന്നവരുണ്ട്. ഇപ്പം 150 ആയിക്കോട്ടെ, അല്ലെ ഫാമിലി ഇൻകം 250K ഉള്ളവരുണ്ട്, അല്ലെ 300K ഉള്ളവരുണ്ട്. അവർക്ക് അവരുടെ സൂപ്പർ തന്നെ ഓരോ വർഷവും 12% ഇപ്പം. അപ്പം 12 into 3 36,000 ബാങ്കിൽ വരുന്നുണ്ട്. 2-3 വർഷം കൊണ്ട് 100K മുകളിലാവും. അപ്പൊ അവർക്ക് അത് അവിടെ ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഒന്നെങ്കിൽ അവർക്ക് മാനേജ്ഡ് ഫണ്ടിലാകാം, അതല്ലെങ്കിൽ ചെറിയ പ്രോപ്പർട്ടിയിലാകാം. അത് അവരുടെ ഒരു ടാലന്റ് ആണ്, അവരാണ് അത് ഡിസൈഡ് ചെയ്യേണ്ടത്. എല്ലാ ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഇപ്പൊ ഓഫ് കോഴ്സ് ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് എല്ലാം 100% ലാഭമാണെന്ന്? തീർച്ചയായിട്ടും പറയാൻ പറ്റത്തില്ല. അപ്പൊ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പ്രോപ്പർട്ടിയിലാണെങ്കിലും എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഏത് വിലയുടെ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതുപോലെ ഷെയർ ആണെങ്കിൽ എങ്ങനെയുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു, അതനുസരിച്ചാണ് അതിന്റെ ലാഭം പോണേ. അതുപോലെ തന്നെ SMSF-ൽ ഇത് നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഏത് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും അങ്ങനെയാണ്. അത് SMSF-ലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും വേണ്ട പോലെ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ലാഭം കിട്ടത്തില്ല. അപ്പം SMSF-ലായപ്പം അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ SMSF-ലെ ഫണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു, നമ്മുടെ കൺട്രോളിൽ കിടക്കുന്നത്. നമ്മുടെ റിട്ടയർമെന്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം ഞാൻ ചോദിക്കാനുള്ളത്, നമ്മൾ മൈഗ്രൻസ് ആണ്. മൈഗ്രൻസ് ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഏകദേശം അവർക്ക് ഈ 200K ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. SMSF-ൽ എന്നാൽ അവർക്കൊരു 100K ഉണ്ടായിരിക്കും. SMSF-ന് ഒരു ട്രസ്റ്റിൽ മിനിമം എത്ര മെമ്പേഴ്സ് വേണം, അല്ലെങ്കിൽ മാക്സിമം എത്ര മെമ്പേഴ്സ് വരെ ആകാം? അത് നല്ലൊരു കാര്യമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. മാക്സിമം നമുക്ക് 6 പേരെ വരെ മെമ്പേഴ്സ് ആക്കാം ഒരു SMSF-ൽ. മിനിമം ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതൊരു വലിയ സംശയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. എപ്പോഴും 2 പേര് വേണോ അതോ 3 പേര് ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൂ. അപ്പം 6 പേരെ എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു വീട്ടില് 6 പേര് വേണം നിർബന്ധമില്ല, മിനിമം ഒരാളാണെങ്കിലും മതിയല്ലോ. ഇപ്പം 5 പേരുണ്ടെങ്കിൽ ഇപ്പം 3 പിള്ളേർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടി SMSF ഫണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും കൂടി 5 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ 500K ഫാമിലി ഇൻകം കാണും. നല്ലൊരു എമൗണ്ട് സൂപ്പറിലേക്ക് വരുന്നുണ്ട്. അത് വൈസായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അത് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം പിന്നെ വേറൊരു വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പല SMSF കൂടി പൂൾ ചെയ്ത് ഒരു ഡ്രീം പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പറ്റും. അതായത് ഇപ്പം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരൊരു SMSF ഉണ്ടാക്കി അതിനകത്ത് 300K ഉണ്ടെന്ന് കരുതുക. ഇപ്പം അതുപോലെ ഒരു 6-7 SMSF, ചിലർക്ക് 150K ആയിരിക്കും, ചിലർക്ക് 100K ആയിരിക്കും. അങ്ങനെ ഒരു 10 പേര് കൂടുമ്പം 2 million 2.5 million വന്നാൽ അവർക്ക് ആ 2.5 million ഒരു പ്രോപ്പർട്ടി അത് ലോൺ ഇല്ലാതെ മേടിക്കാൻ പറ്റും. ലോൺ ഇല്ലാതെ മേടിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ റിസ്ക് ഇല്ല.
ലോണില്ലാതെ നല്ലൊരു പ്രോപ്പർട്ടി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഷെയർ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അത് നല്ലൊരു ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വാങ്ങിക്കാം. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സേഫേ അതുപോലെ കോൾസ് ഒക്കെ വർക്ക് ചെയ്യുന്ന വലിയ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടികളുണ്ട്. ഇപ്പം അത് ഫിക്സ്ഡ് ആയിട്ട് ഒരു റെന്റ് അവിടെ കൺഫേംഡ് ആണ്. അങ്ങനെ ഒരു ഫിക്സ്ഡ് ഇൻകം വന്നുകൊണ്ടിരിക്കുക. ചിലപ്പോൾ 9%, 8%, 10% റിട്ടേൺ റെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആയിരിക്കും. അവരത് പൂൾ ചെയ്ത് മേടിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ മേടിച്ച് കഴിയുമ്പം ആ റെന്റ് നല്ലപോലെ ഇൻകം റണ്ണിങ് ആയിട്ട് ഒരു ഇയർലി ഇൻകം വരികയും ചെയ്യും. 10-15 വർഷം കഴിയുമ്പം ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഒത്തിരി ഡിഫറെൻ്റ് ആയിരിക്കും. അതെ. അപ്പോൾ ഇവർക്കൊരു റിസ്ക് ഇല്ല അന്നേരം. അപ്പോൾ അവരുടെ ഡ്രീം പ്രോപ്പർട്ടി ബൈ ചെയ്യുകയും ചെയ്യാം. അതെ, കാരണം ഇവിടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മേടിക്കുന്നതും താല്പര്യമുള്ളതും, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാർക്ക് വലിയ എസ്റ്റേറ്റുകൾ വലിയ താല്പര്യമുണ്ട്. ഒരുപാട് ഏക്കറേജുകൾ ഇവിടെ നമ്മൾ പലപ്പോഴും വന്നപ്പോൾ നമുക്കറിയാം ചിലയിടങ്ങളിലൊക്കെ 1000 ഏക്കർ വിൽക്കാനുണ്ട്, 5000 ഏക്കർ വിൽക്കാനുണ്ട്, 10000 ഏക്കർ വിൽക്കാനുണ്ട്. ചില നല്ല പ്രോപ്പർട്ടീസും മറ്റൊക്കെ ചിലപ്പോൾ $millions ആയിരിക്കും ചോദിക്കുന്നത് ആ പ്രോപ്പർട്ടിക്ക്. അപ്പോൾ നമുക്ക് ഈ SMSF ഇങ്ങനെ പൂൾ ചെയ്യുവാണെങ്കിൽ ഒരു 5 മില്യൺ 10 മില്യൺ വിലയുള്ള വീടുകളൊക്കെ മീൻസ് പ്രോപ്പർട്ടീസ് മേടിക്കാൻ സാധിക്കും. അതപ്പം അത് തന്നെ ഞാനിപ്പം പറഞ്ഞു. ഇപ്പം അതനുസരിച്ചപ്പം ഇപ്പം ഒരാളുടെ 300 അല്ലെങ്കിൽ ഇപ്പം 10 മില്യൺ ആണ്, അതനുസരിച്ച് എണ്ണം കൂടണം. അതെ. അപ്പോൾ ഇതെല്ലാം ഒരു യൂണിറ്റ് ട്രസ്റ്റിലേക്ക് പൂൾ ചെയ്തിട്ട് ആ യൂണിറ്റ് ട്രസ്റ്റ് വഴിയാണ് അത് അക്വയർ ചെയ്യുന്നത്. അവരുടെ ഡ്രീം പ്രോപ്പർട്ടി തീർച്ചയായും ലിമിറ്റ് ഉണ്ട്. എത്ര യൂണിറ്റ് മീൻസ് എത്ര മെമ്പേഴ്സ് വരെ ആകാന്നുള്ള കാര്യത്തിൽ, പൂളിങ്ങിന്റെ കാര്യത്തിൽ അതിനകത്ത് വേറെ ഒരു ലീഗൽ റിക്വയർമെന്റ് ഉണ്ട്. അതിന്റെ ഒരു മിനിമം നമ്പറിന് മുകളിൽ 20 നമ്പേഴ്സിനൊക്കെ മുകളിൽ വരുമ്പോൾ വേറെ ലീഗൽ റിക്വയർമെന്റ്സ് ഉണ്ടല്ലേ. അപ്പോൾ അതെല്ലാം മീറ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് പ്രൊഫഷണൽസിനെ കോൺടാക്ട് ചെയ്യണമെന്ന് നമ്മൾ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു അല്ലേ. പ്രൊഫഷണൽസുമായിട്ട് സപ്പോർട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പം അതൊക്കെ മീറ്റ് ചെയ്യണം. ഓക്കെ. ഈ ലീഗൽ റിക്വയർമെൻറ്റ്സ് എല്ലാം നമ്മൾ മീറ്റ് ചെയ്യണം കേട്ടോ. അതിനാണ് നമ്മൾ ലോയേഴ്സ് ഇൻവോൾവ് ചെയ്യുന്നിട്ട് ലോയേഴ്സ്, അക്കൗണ്ടൻസ്, അതേപോലെ തന്നെ ഇതിന് എന്തൊക്കെ ആൾക്കാർ വേണോ പ്രൊഫഷണൽ ആയിട്ടുള്ളത് അവരെ ചെയ്യിപ്പിക്കാൻ. നമ്മൾ തന്നെ എല്ലാം കൂടി ചെയ്യാൻ പോകണ്ട, നമുക്ക് തന്നെ ചെയ്യാനും പറ്റില്ല. അപ്പോൾ അവർക്ക് ചെറുതായ ഫീസുകളുണ്ട്, ആ ഫീസുകളൊക്കെ നമ്മൾ പേ ചെയ്യണം. അതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. പിന്നെ ബിസിനസ്സുകാർക്ക് SMSF എന്തുമാത്രം നല്ലതാണ് അവർക്ക്. ബിസിനസ്സുകാർക്ക് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേറൊരു വലിയ അഡ്വാൻറ്റേജ് ഞാൻ പറയുവാണെങ്കിൽ വെൽത്ത് സേഫർ ആക്കാൻ പറ്റുന്ന ഒരു വെഹിക്കിളും കൂടിയാണ് SMSF, സെൽഫ് മാനേജ്ഡ് സൂപ്പർ ഫണ്ട് എന്ന് പറയുന്നത്. വെൽത്ത് സേഫർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ബിസിനസ്സുകാരൻ ഇപ്പം ഒരു 10 മില്യൺ ലോണുള്ളവരുണ്ട്, 15 മില്യൺ ലോണുള്ളവരുണ്ട്. അപ്പം അവർ ചെയ്യുന്ന ഈ ഇത്രയും ലോണുള്ള ബിസിനസ് വലിയ ബിസിനസ് അവർ റൺ ചെയ്യുന്നത്. പക്ഷേ ഏതേലും ഒരു അവസരത്തിൽ അതില്ലെന്നാകാനും ഉള്ള സാധ്യതകളുണ്ട്. അതില്ലെന്ന് ഇപ്പം ഇവരെല്ലാം റൺ ചെയ്യുമ്പം മിക്കവാറും അവരുടെ സ്പൗസും അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കും. ഈ ഗ്യാരണ്ടിയിലും എല്ലാം, ബാങ്കിന് ഗ്യാരണ്ടി കൊടുക്കുന്നതെല്ലാം. എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ അവരുടെ ആ ഒരു കംപ്ലീറ്റ് വെൽത്തിനെ, പേഴ്സണൽ വെൽത്തിനെ അത് അഫക്റ്റ് ചെയ്യും. അതേസമയം അവർ പ്ലാൻ ചെയ്ത SMSFൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അവരുടെ ഔട്ട്സൈഡ് പേഴ്സണൽ ഡെപ്റ്റോ അല്ലെങ്കിൽ ബാങ്ക് ഡെപ്റ്റ്സിയോ ഈ SMSFലുള്ള വെൽത്തിനെ അഫക്റ്റ് ചെയ്യത്തില്ല. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഓസ്ട്രേലിയയിലുള്ള മലയാളികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളാരും സൂപ്പറിലേക്ക് പൈസ ഇടാറില്ല. ബിസിനസ്സുകാർക്ക് പൊതുവെ പൈസ ഇല്ലാത്തൊരു സംഭവമാണ് സൂപ്പർ എന്ന് പറഞ്ഞ സംഭവം. പക്ഷെ അതിന് പകരം നമ്മൾ ശമ്പളം എടുത്തിട്ടില്ലെങ്കിലും സൂപ്പർ പൈസ ഇടണം. ആ സൂപ്പർ പൈസ ഇട്ടിട്ട് ആ പൈസ കൊണ്ട് വേറെ വെൽത്ത് മേടിക്കണം. അത് ആർക്കും ബാങ്കിനും ടച്ച് ചെയ്യാൻ പറ്റില്ല, ഗവൺമെൻറ്റിനും ടച്ച് ചെയ്യാൻ പറ്റില്ല, ആർക്കും ടച്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾ പറഞ്ഞത്. നമുക്കറിയത്തില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. അതിവിടെയുള്ള ഒരുപാട് ആൾക്കാർ ചെയ്യാറുണ്ട്, അറിയാവുന്ന ആൾക്കാർ. അതേക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർക്ക് നോബിളി ഏട്ടനോട് ഫോൺ ചെയ്ത് ചോദിച്ചാൽ പറയാലേ. ഞാൻ തന്നെ എൻ്റെ ഒരു എക്സാമ്പിളാണ്. ഞാൻ ജോലിക്ക് കയറാതെ ഈ സ്വന്തം പണിയിലേക്ക് പതുക്കെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആദ്യം തുടങ്ങിയതിൽ ഒരു പൈസ പോലും സൂപ്പർ ഇടിയല്ലായിരുന്നു. ഞാനൊരു മലയാളിയാണല്ലോ, നമ്മളിതിന്റെ അത് തന്നെയായിരുന്നു. അപ്പൊ ഞാൻ ഓർക്കുന്ന ഇത് ചുമ്മാ ഗവൺമെന്റിൽ ഇങ്ങനെ കിടക്കില്ലേ, നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫണ്ട് ഇപ്പോഴല്ലേ കാശ് വേണ്ടേ. പക്ഷെ അതൊരു റോങ് ഐഡിയ ആണെന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇങ്ങനെ ചിന്തിക്കുന്നവരെല്ലാം ഔട്ട്സൈഡ് കൊണ്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അവസാനം ഒരു ക്യാഷ് ഫ്ലോയിൽ വളരെ ടൈറ്റ് ആയിട്ടാണ് പോണത് ഞാൻ കണ്ടേ. ഇപ്പം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് ടാക്സിൽ നല്ലൊരു സേവിങ്സ് വരുന്നു, പിന്നെ ക്യാഷ് ഫ്ലോയും ടൈറ്റ് ആകുന്നില്ല. കാരണം അതിനകത്ത് വരുന്ന സൂപ്പറാണ് ഇതിൻ്റെ എക്സ്പെൻസിനും എല്ലാം വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മളിവിടെ SMSFൽ പൈസ SMSFൽ എന്നല്ല, സൂപ്പറിലേക്ക് പൈസ എക്സ്ട്രാ എപ്പോഴും കൂടുതലിടുക.
ആ കൂടുതലിട്ട് പൈസയ്ക്ക് നമുക്ക് ടാക്സ് നമ്മൾ സേവ് ചെയ്യും. അതൊരു വലിയ കാര്യമാണ്. അത് നമുക്ക് അക്യുമുലേറ്റ് ചെയ്യും അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ 60 വയസ്സിന് ശേഷം ആ പൈസയ്ക്ക് പിന്നെ നമ്മൾ ടാക്സ് അടയ്ക്കുന്നുമില്ല അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിൽ. മറ്റ് രീതിയിലൊക്കെ എങ്ങനെ കളിച്ചാലും നമ്മൾ ടാക്സ് അടയ്ക്കണം. അത് തന്നെ വലിയ എമൗണ്ട്. അതായത് $100,000 പോലും നമ്മൾ $20,000 കൊണ്ട് നമുക്ക് വേൾഡ് ഇറങ്ങാൻ പോകാം. തീർച്ചയായിട്ടും. ഇപ്പം 60 വയസ്സെന്ന് പറയുമ്പം 60 വയസ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ടൈമാണ്. പിന്നെ 60 വയസ്സ് ഭയങ്കര ഹെൽത്തി. ഇപ്പം നിങ്ങൾ റിട്ടയർ ചെയ്താലും കുറച്ച് ഒരു പരിധി വരെ നിങ്ങൾക്ക് വീണ്ടും ഒരു നേരം പോക്കിന് വേണ്ടി ജോലി ചെയ്യണമെങ്കിൽ അത് പോസിബിൾ ആണ്. എന്നാലും ടാക്സ് വരില്ല. അപ്പൊ അന്നേരം അതിന്റെ ഈ SMSFലെ ഫണ്ടിന് വരത്തില്ല. അതൊരു ഒഫീഷ്യൽ റിട്ടയർമെന്റ് ഉണ്ട്. അതിന് ചില കണ്ടീഷൻ ഉണ്ട്. ഓക്കെ. ഫുൾ ടൈം ജോലി ചെയ്യത്തില്ല. 1/4 ടൈം സംതിങ് ലൈക്ക് ദാറ്റ്. അത് വേറെ റൂൾസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള റിട്ടയർമെന്റ് ടൈമിലും ഒരു ഇൻകം ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കും. ആ സമയത്തും നിങ്ങൾക്ക് കൺസെഷണൽ കോൺട്രിബ്യൂഷൻ ആയിട്ട് SMSലേക്ക് ഇടാം. ആ ഇടുന്ന ഫണ്ട് അന്നേരവും ടാക്സ് ഫ്രീ ആണ്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഡിഫറൻ്റ് ആണ്. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസായിട്ട് എടുക്കരുതായാലും. ഫിനാൻഷ്യൽ അഡ്വൈസ് വേണ്ടവർ ഡയറക്റ്റായിട്ട് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിനെ വിളിക്കുക. നിങ്ങളുടെ ടാക്സ് അക്കൗണ്ടൻ്റ് ആരാണ് അവരെ വിളിക്കുക. അതിനുശേഷം ഇതിനൊക്കെ തീരുമാനങ്ങളെല്ലാം എടുക്കാൻ പാടുള്ളൂ. നമ്മളിത് ജനറലായിട്ട് പറയുന്ന കാര്യങ്ങൾ. തീർച്ചയായിട്ടും. ഇപ്പം അഥവാ എൻ്റെ ഈ പ്രേക്ഷകർക്ക് എപ്പോൾ വേണേലും എന്തെങ്കിലും ഒരു ജനറൽ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കാം. പേഴ്സണൽ അഡ്വൈസ് ഫോണിൽ കൂടെ കൊടുക്കാറില്ല. പക്ഷേ ജനറലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഏത് സമയത്തും ചോദിക്കാവുന്നതാണ്. അതെ. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ മറ്റ് പ്രത്യേകിച്ചൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഇത് മറ്റാർക്കെങ്കിലും ഗുണം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവർക്കും ഇതൊന്ന് എത്തിച്ചു കൊടുക്കണം. കാരണം നമ്മൾ SMSFൻ്റെ ഗുണങ്ങൾ നമുക്കറിയത്തില്ല. നമുക്ക് ഭയങ്കരമായിട്ട് പേടിയുണ്ട്. ഇതിനകത്ത് ടാക്സ് ബെനിഫിറ്റ്സ് നമുക്കറിയത്തില്ല. റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് 67 വയസ്സ് വരെ പോകേണ്ട നമുക്ക് 60 വയസ്സിലും റിട്ടയർ ചെയ്യാം. 60 വയസ്സിന് ശേഷവും വളരെ ഹെൽത്തിയാണ് നമ്മളിപ്പോൾ നാട്ടിൽ ചിന്തിക്കുന്ന 60 വയസ്സാകുമ്പോൾ നമ്മൾ കിളവനും കിളവിയായി എന്ന് വിചാരിക്കേണ്ട. അതിനുശേഷം നല്ല ഹെൽത്തിയാണ്. നല്ല ഹെൽത്തി ലൈഫ് ഇവിടെ ഉണ്ടാകും. അതിന് നമുക്ക് വേണ്ടത് പൈസയാണ്. ഈ പൈസ വേണമെന്നുണ്ടെങ്കിൽ SMSF തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. 60 എന്ന് പറയുന്നത് നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് എത്തുന്ന പ്രായമാണ്. അതൊരുപാട് ദൂരെയല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. തീർച്ചയായിട്ടും ഇത് ഒരുപാട് ആൾക്കാരിൽ എത്താനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ നോബിളിയേട്ടനെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. നോബിളിയേട്ടൻ്റെ നമ്പർ കൊടുക്കും. നോബിളിയേട്ടൻ്റെ അക്കൗണ്ടൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അതേപോലെ തന്നെ SMSF ഓഡിറ്ററാണ്. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നോബിളിയേട്ട കൺക്ലൂഡ് ചെയ്തു. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല. ജനറലായിട്ടുള്ള എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് വെൽത്ത് ക്രിയേഷൻ SMSFലാണ് എപ്പോഴും സേഫർ. നിങ്ങൾക്ക് 60 വയസ്സിൽ റിട്ടയർ ചെയ്യണമെങ്കിൽ അതാണ് എപ്പോഴും സേഫ്. ഇത് നമ്മൾ തന്നെ നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്യുകയാണ്. നമുക്ക് തീരുമാനിക്കാം എപ്പം റിട്ടയർ ചെയ്യണം, എങ്ങനെയാണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് 60 വയസ്സിന് ശേഷം നമ്മൾ റിട്ടയർ കഴിഞ്ഞാൽ പിന്നെ ടാക്സ് ഫ്രീ ഇൻകമാണ് നമുക്ക് വരുന്നത്. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. ഒരു വലിയ എമൗണ്ട് നമ്മൾ സേവ് ചെയ്യുകയും ചെയ്യും. അത് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ദിവസം നമ്മൾ ആശംസിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ എല്ലാവരും അടിപൊളിയായിട്ട് ജീവിക്കുക. നമസ്കാരം.